മറ്റൊരു കാര്യം, ഈ ആരോഗ്യവകുപ്പ് മന്ത്രി ഇന്ന് രാവിലെ മറ്റൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരം നഗരസഭയിൽ മാലിന്യം കുന്നുകൂടുകയാണ്, കൊതുക് വരികയാണ്. പോയി മാലിന്യം നീക്കുന്നതിന് പകരം കൈയും കാലും ഒടിച്ചാൽ അത് കൊതുകിനെ മനസ്സിലാവില്ല. അല്ല, അതൊക്കെ ഞാൻ അതിനൊന്നും കമന്റ് പറയുന്നില്ല. ഇവിടെ നിലവിലുള്ള ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഓരോരുത്തരും പറയുന്നതിന് മറുപടിയായിട്ട് ഞാൻ പറയുന്നില്ല. മനുഷ്യസാധ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. ഓക്കെ, അത് അക്കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. ഞാൻ ഈ ഇഷ്യൂസിനെ കോമഡിവൽക്കരിക്കുകയാണോ അതിന് മറുപടി പറയാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. മനുഷ്യസാധ്യമായിട്ട് ചെയ്യാൻ സാധിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. ഈ കോൺക്ലേവിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. കഴിഞ്ഞ വട്ടം ഭരണത്തിലേറെ സമയത്ത് നമ്മളൊരു നയരേഖ തയ്യാറാക്കിയിരുന്നു. അതിനുശേഷം ഒരു വികസന കോൺക്ലേവ് ഫെബ്രുവരി മാസത്തോടെ നടപ്പിലാക്കുമെന്ന് പറഞ്ഞിരുന്നു കോർപ്പറേഷൻ നേതൃത്വത്തിൽ. അതിലെന്തെങ്കിലും തുടർ നടപടികളുണ്ട്? അതാണ് ഇപ്പോൾ പറഞ്ഞത്. അതായത് അത് കഴിഞ്ഞപ്പോഴേക്കും തെരഞ്ഞെടുപ്പായപ്പോഴേക്കും സംസ്ഥാന സർക്കാരിൻ്റെ കൂടി ഇടപെടൽ ഈ വിഷയങ്ങളിൽ വേണം. അപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പുതിയ മുഖ്യമന്ത്രിയോട് സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു 19-ാം തീയതി ബഡ്ജറ്റ് കഴിഞ്ഞിട്ടുള്ള ഏത് ദിവസവും തിരുവനന്തപുരത്തുള്ള ദിവസം നേരത്തെ പറഞ്ഞാൽ അദ്ദേഹം സമയം അനുവദിക്കാമെന്ന് പറഞ്ഞു. അതിനനുസരിച്ച് ബഡ്ജറ്റ് കഴിഞ്ഞ ആ ദിവസം, ബഡ്ജറ്റിൻ്റെ അന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാഫിനെ അദ്ദേഹം അതിന് വേണ്ടി കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ബന്ധപ്പെടാനുള്ള ഒരു കോൺടാക്ട് പോയിന്റ് തന്നു. ബഡ്ജറ്റ് അദ്ദേഹം അവിടെ അവതരിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ സ്റ്റാഫുമായിട്ട് ഞാൻ സംസാരിച്ചു. നമ്മൾ ഏറെക്കുറെ പറഞ്ഞ ഡേറ്റ് തന്നെ അവർ സമ്മതിച്ചു. ആ ഡേറ്റിൻ്റെ തയ്യാറെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ബിജു പ്രഭാകരനോട് സംസാരിച്ചു, കെ മുരളീധരനോട് സംസാരിച്ചു. അങ്ങനെ പ്രോസസ് മുമ്പോട്ട് പോയി. ഇന്നലത്തെ സ്റ്റിയറിംഗ് കമ്മിറ്റി ചർച്ച ചെയ്തു. ആ കോൺക്ലേവ് മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ പൂർണ്ണ സമയം പങ്കെടുപ്പിച്ചുകൊണ്ടായിരിക്കും നടത്തുന്നത്. ഡേറ്റ് പറയാം. ഒരു 1-2 മന്ത്രിമാരുടെ കൂടെ കിട്ടിയിട്ടുണ്ട്. CM-ൻ്റെ ടെൻഡേറ്റീവായിട്ടാണ് ഡേറ്റ്. എല്ലാ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ ക്ഷണിച്ചുകൊണ്ട്, കാര്യം ഞങ്ങളതിൽ കൂടെ ഉദ്ദേശിക്കുന്നത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനും ഒരൊറ്റ പ്ലാനായിരിക്കണം. കുടിവെള്ള പ്രശ്നം പരിഹരിക്കാനായിട്ട് സംസ്ഥാന സർക്കാർ മുതൽ കൗൺസിലർക്ക് വരെയുള്ള ഒറ്റ പ്ലാനായിരിക്കണം. വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിനെ കുറിച്ച് ഒരു പ്ലാനായിരിക്കണം. ഇപ്പോൾ പലപ്പോഴും സംസാരിക്കുമ്പോൾ കോർപ്പറേഷന് ഒരു പ്ലാനുണ്ട്, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് വേറൊരു പ്ലാനാണ്, PWDക്ക് മറ്റൊരു പ്ലാനാണ്. അത് നടപ്പിലാക്കുമ്പോൾ പണം നമുക്ക് ചിലവാക്കും, പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല. അപ്പോൾ അതിനുവേണ്ടിയാണ് ഈ കോൺക്ലേവിലൂടെ ഇതെത്തുകയും അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ തന്നെ മേൽനോട്ടത്തിൽ അക്കാര്യം ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ളത്. ഈ കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള സത്യപ്രതിജ്ഞയിൽ അന്ന് പറഞ്ഞത് പ്രതിപക്ഷത്തെ കൃത്യമായി, അല്ലെങ്കിൽ മറ്റെല്ലാ കൗൺസിലർമാർക്കും കൃത്യമായി വിവരം പോയിട്ടുണ്ടെന്നുള്ളതാണ്. പ്രതിപക്ഷം ഇന്നലെ പറഞ്ഞത് അവർക്ക് ഈ സമയം, അതായത് 4:30-ക്കാണ് സത്യപ്രതിജ്ഞ പറഞ്ഞത്. ആ 4:30-ക്ക് തന്നെയാണ് വാട്സപ്പിൽ അവർക്ക് സന്ദേശം ചെയ്യുന്നത്. അങ്ങനെയല്ല അവർ വിളിക്കേണ്ടത് ചട്ടപ്രകാരം എന്നുള്ളതാണ് അവർ പറയുന്നത്. ഏത് ചട്ടമാണ് അങ്ങനെ പറയുന്നത്? ഏത് ചട്ടം എനിക്കറിയില്ല. അല്ല, എനിക്ക് തോന്നി 4:30-ക്ക് കിട്ടിയ ആളിൻ്റെ റേഞ്ച് എന്തെങ്കിലും പ്രശ്നമായിരിക്കും. കാരണം 3 മണിക്ക് കിട്ടിയവരുണ്ട്. ഈ റേഞ്ച് ഇല്ലാത്ത സ്ഥലത്ത് നിന്ന ആളിനായിരിക്കും ചിലപ്പോൾ 4 മണിക്ക്. രേഖാമൂലമാണ് കൊടുത്തത്. അല്ല, മെയിൽ ചെയ്തു. ഞങ്ങൾക്ക് കോടതിയിലെ വിധിയും വന്ന അങ്ങനെയാണ്. ആ മെയിൽ ചെയ്തു. കൗൺസിൽ പാർട്ടി ലീഡേഴ്സിന് മെയിൽ ചെയ്തു. പിന്നെ രേഖാമൂലം നിർബന്ധമായും അറിയിക്കേണ്ടത് ഇതിൽ അഫക്റ്റഡ് പാർട്ടീസ് ആയിട്ടുള്ള കൗൺസിലേഴ്സിന്. അവരെ കൃത്യമായിട്ട് രേഖാമൂലം അറിയിച്ചു. അവരുടെ കയ്യിൽ നിന്ന് റിക്വസ്റ്റ് അവർ തന്നു. അവരെ രേഖാമൂലം അറിയിച്ചു. റിസീവ്ഡ് കോപ്പിയും വാങ്ങിയിട്ടുണ്ട്. അവരെയാണ് നിർബന്ധമായിട്ടും അറിയിക്കേണ്ടത്. കളക്ടറെ ഗവൺമെൻറ്റിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്, തദ്ദേശ സ്വയംഭരണ വകുപ്പിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്, ജില്ലാ കളക്ടറെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഹർജി ഒരുപാട് പോയി. ഇപ്പോൾ തെരുവ് നായ പിടിച്ചപ്പോൾ തന്നെ സുപ്രീം കോടതി ഹർജി പോയി. അല്ല, അതൊക്കെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ. അത് വിശകലനം ചെയ്യേണ്ട ഫോറത്തിൽ വിശകലനം ചെയ്യട്ടെ. ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശം കിട്ടി. സർട്ടിഫൈഡ് കോപ്പി കിട്ടിക്കഴിഞ്ഞാൽ കോമ്പീറ്റന്റ് അതോറിറ്റിയുടെ മുമ്പിൽ വെച്ച് പെർമനന്റ് സംവിധാനത്തിൽ ചെയ്യണമെന്ന് അക്കാര്യങ്ങൾ 100% പാലിച്ചിട്ടുണ്ട്. കാല് കുറച്ച് പെയിൻ ഉണ്ടായിരുന്നു. അവിടെ ചെന്ന് എക്സ്റേ എടുത്തു. പൊട്ടലില്ല, കാലിൽ പൊട്ടൽ ഒന്നുമില്ല. അവിടെ കുറച്ച് ഡിസ്ലൊക്കേഷൻ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അവർ അതിനുള്ള പരിഹരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു. പിന്നെ ഒരു 2 ദിവസം കൂടെ മെഡിസിൻ തന്നിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. ഒരു വൊമിറ്റിങ് ഉണ്ടായിരുന്നു, പക്ഷേ കുറച്ച് സഫോക്കേഷൻ ഉണ്ട്. പക്ഷേ രാത്രി തന്നെ ഡിസ്ചാർജ് ചെയ്തിട്ടാണ്. ഇന്ന് രാവിലെ വിളിച്ചിട്ടില്ല. ബാക്കി എല്ലാവരും എല്ലാം മാനേജബിളാണ്. പിന്നെ ഞാൻ ഒരു കാര്യം മാധ്യമപ്രവർത്തകരോട് പറയാം. സമരം ജനാധിപത്യത്തിൽ സ്വാഗതാർഹമാണ്. ജനാധിപത്യം ചടുലമാണോ? ഞാൻ ആദ്യമേ പറഞ്ഞ വാക്കതാണ്. സമരങ്ങളൊക്കെ തന്നെ ജനാധിപത്യത്തിലാകാം. പക്ഷേ ഇത് ഏറ്റവും സാധാരണക്കാർ വരുന്നൊരു സ്ഥാപനമാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ, പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റിയൊക്കെ തന്നെ ഏറ്റവും സാധാരണക്കാരായ ജനങ്ങളാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. ആ സമയത്ത് കൗൺസിലർമാർ ഇപ്പോൾ ഇതിനകത്ത് പ്രകടനം നടത്താറുണ്ട്, ധർണ നടത്താറുണ്ട്, ഒക്കെ ചെയ്യാറുണ്ട്. ഞങ്ങളും ചെയ്തിട്ടുണ്ട് കാര്യങ്ങൾ. പക്ഷേ
കടന്നു വരുന്ന ഈ ഡോറിൻ്റെ സൈഡിൽ സമരം ചെയ്യുന്നതിന് അവരുടെ ജനാധിപത്യ അവകാശത്തിന് ഞങ്ങൾക്ക് വിയോജിപ്പില്ല, ഞങ്ങൾ റെസ്പെക്ട് ചെയ്യാം. പക്ഷേ ഈ ഡോറിൻ്റെ മുൻപിൽ തന്നെ ചേറിട്ടിട്ട് അവിടെ കടക്കാൻ പറ്റില്ല എന്നുള്ള നിലപാട് എടുക്കുകയും ബലപ്രയോഗം ചെയ്യുകയും ചെയ്യുന്നത് ജനങ്ങളുടെ കാര്യങ്ങൾ സാധിക്കാൻ വരുന്നവരെ തടസ്സപ്പെടുത്തുന്നതാണ്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു ഉദ്യോഗസ്ഥരും പ്രവർത്തിക്കുന്ന മുറികളിൽ അതിനകത്തേക്കും പുറത്തേക്കും കടക്കുവാനുള്ള സാഹചര്യം തടസ്സപ്പെടുത്തരുത്. സമരം, എല്ലാ സമരത്തെയും ന്യായമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങളും, എല്ലാ സമരത്തെയും ഞങ്ങൾ ബഹുമാനിക്കുന്നു. ഓരോ പാർട്ടിക്കും സ്വാതന്ത്ര്യമുണ്ട് അവരുടെ സമരം എങ്ങനെ നടത്തണമെന്ന് തീരുമാനിക്കാൻ വേണ്ടി. മേയർ റൂമിൽ കയറാൻ സമ്മതിക്കില്ല, മേയർ കയറിയാൽ ഇറങ്ങാൻ സമ്മതിക്കില്ല. കോർപ്പറേഷൻ ഓഫീസിലെ കസേര എടുത്തിട്ട് മേയറുടെ ഡോർ ബ്ലോക്ക് ചെയ്യുന്നു. എന്നിട്ട് പുറകിലൊരു ഡോറുണ്ടല്ലോ, നിങ്ങൾ അതിലേക്കൂടെ കയറിക്കോളൂ എന്ന് ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ, മുൻ മന്ത്രിമാർ തന്നെ പറയുന്നു. അങ്ങനെയുള്ള രീതിയിലുള്ള സമരങ്ങൾ അനുവദിക്കാൻ സാധിക്കില്ല. സമരം ചെയ്യുന്നവരോട് കോർപ്പറേഷൻ്റെ വസ്തുവകകൾ നശിപ്പിക്കരുത്. ഞങ്ങൾ 5 വർഷം പ്രതിപക്ഷത്തെ നല്ല സമരങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരു കടലാസ് പോലും ഇവിടെ നിങ്ങൾ കയറിയിട്ടില്ല. ഞങ്ങളിതിൻ്റെ 30 ദിവസം ഇവിടെ സത്യാഗ്രഹം നടന്നിട്ടുണ്ട്. ഒരു പൊതുമുതലും ഞങ്ങൾ നശിപ്പിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ ഒരു കാര്യമുണ്ട്, അത് ഇവിടെ ഇപ്പോൾ ഒരുപാട് ജനങ്ങൾ വരുന്നുണ്ട്. ദിവസവും ഏറ്റവും ചുരുങ്ങിയത് 200 മുതൽ 250 പേർ വരെ വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് മേയറെ കാണാൻ വേണ്ടി വരുന്നുണ്ട്. ഏറെക്കുറെ എല്ലാവർക്കും കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരു മാസം ഒരു 6000-7000 പേര് കാണാൻ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഭയമുണ്ടാകുന്ന തരത്തിലുള്ള നിലപാടുകൾ, അവരൊക്കെ തന്നെ വളരെ സാമ്പത്തികമായൊക്കെ പിന്നോക്കം നിൽക്കുന്നവർ ദൂരെ നിന്നൊക്കെ വരുന്നവരാണ്. അങ്ങനെയുള്ള നിലപാടുകൾ സ്വീകരിക്കരുത്. കോർപ്പറേഷൻ്റെ ദൈനംദിന പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുക. അപ്പോൾ ഞങ്ങൾ തെരുവ് നായ്ക്കളുടെ പ്രശ്നം പരിഹരിക്കുന്നത് ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു മെഷീനറി വർക്ക് ചെയ്താൽ മാത്രമേ റെക്ടിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. കുടിവെള്ളം പലയിടത്തും കിട്ടുന്നില്ല. ടാങ്കർ അതാത് സ്ഥലത്ത് എത്തണമെങ്കിൽ ഇവിടെ ഒരു മെഷീനറി വർക്ക് ചെയ്യണം. ആ മെഷീനറിയെ തടസ്സപ്പെടുത്തുന്നത് സാധാരണക്കാരായ ജനങ്ങളെ ദ്രോഹിക്കുന്നതിന് തുല്യമാണ്. പിന്നെ ഇനി വേറൊരു കാര്യം കൂടി ഞാൻ പറയാം, ഏതൊക്കെ തരത്തിൽ തടസ്സപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചാലും ഞങ്ങളിവിടെ വരും, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. അതിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാവുകയില്ല. അത് അത്തരത്തിൽ അറിഞ്ഞ് പെരുമാറണം എന്നാണ് പറയുന്നത്. പ്രതിപക്ഷത്തെ ബഹുമാനിക്കുന്നു, പ്രതിപക്ഷ അംഗങ്ങളെ ബഹുമാനിക്കുന്നു, അവർക്ക് വേണ്ടി കൂടിയാണ് ഈ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ പലരും വിളിച്ചിട്ട് പറയുന്നത് അവരുടെ പ്രതിപക്ഷ അംഗങ്ങൾ വിളിച്ചിട്ട് അവരുടെ വാർഡിൽ തെരുവുനായ്ക്കളുടെ ശല്യം ഉണ്ടെന്ന് പിടിക്കണമെന്ന് പറയുമ്പോൾ ഇവിടെ ഈ മെഷീനറി ഫംഗ്ഷൻ ചെയ്താലല്ലേ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതൊക്കെ ചെയ്യുന്നു. ഏതെങ്കിലും ഒരു അംഗം പറയട്ടെ, ഞങ്ങളുടെ വാർഡിൽ നിന്നൊരു ആവശ്യം ഉന്നയിച്ചു, ഞങ്ങൾ പ്രതിപക്ഷത്താണ്, ചെയ്തില്ല എന്നാരെങ്കിലും പറയട്ടെ. സാധ്യമായെല്ലാം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സമരങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നു. കോർപ്പറേഷൻ്റെ വസ്തുവകൾ നശിപ്പിച്ചുകൊണ്ടോ മേയറെയും മറ്റ് ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നവരെ തടഞ്ഞുകൊണ്ടോ ഉദ്യോഗസ്ഥരെ തടഞ്ഞുകൊണ്ടുള്ള സമരങ്ങൾ ഒഴിവാക്കണം. കൗൺസിലർമാരല്ലാതെ പുറത്തു നിന്ന് വരുന്ന പൊതുപ്രവർത്തകർ കോർപ്പറേഷൻ കോമ്പൗണ്ടിനകത്ത് കയറി സമരം ചെയ്യുന്നത് അതിനെയും നിയന്ത്രിക്കണം. അതായത് രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ രജിസ്ട്രേഷനുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കന്മാരും പ്രവർത്തകരും കോർപ്പറേഷനുള്ളിൽ വരും. അവർ കോർപ്പറേഷൻ ബിൽഡിങ്ങിൽ വരും. അവർ കൗൺസിലർമാരെ പോലെ കൺട്രോൾഡ് ഫോഴ്സ് ആയിരിക്കില്ല, ഒരു ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ ആയിരിക്കും. അവർ വരുമ്പോഴേക്കും ഇപ്പോൾ ഈ പല സ്മാർട്ട് സിറ്റി പദ്ധതികളിലൊക്കെ ഉൾപ്പെടുത്തി നിർമ്മിച്ചിട്ടുള്ളതൊക്കെ തന്നെ വളരെ വിലപിടിപ്പുള്ളതാണ്. ഇപ്പോൾ ചില റൂമുകളിലിരിക്കുന്ന TV ഒക്കെ തന്നെ ഓൺലൈൻ മീറ്റിങ്ങിലൊക്കെ പങ്കെടുക്കാൻ സൗകര്യത്തിനൊക്കെയാണ് ഇത് വച്ചിരിക്കുന്നത്. എന്തെങ്കിലും ഉള്ളിലും തള്ളും ഉണ്ടായിക്കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപയുടെ വസ്തുക്കളാണ് നശിക്കുന്നത്. അതുകൊണ്ട് കൗൺസിലേഴ്സ് ആകുമ്പോഴേക്കും ഒരു കൺട്രോൾഡ് ഫോഴ്സാണ്. അവരെല്ലാം രാഷ്ട്രീയ നേതാക്കന്മാർ, അവർക്കൊക്കെ അറിയാം. അതുകൊണ്ട് പുറത്തുനിന്നുള്ള ആൾക്കാർ കോർപ്പറേഷൻ ബിൽഡിങ്ങിനകത്ത് കയറി സമരം ചെയ്യുന്നത് അവസാനിപ്പിക്കണം. ഇന്നലെ ശിവൻകുട്ടി ഒരു പുസ്തകം തന്നെ മേയർ ഒരു ജില്ലയാണ്. പലപ്പോഴും ശിവൻകുട്ടി കടന്ന് ആക്രമിക്കുന്നുണ്ട് മേയറെ. കാലാകാലങ്ങളായിട്ട് പല പ്രശ്നങ്ങൾ വരുമ്പോഴും ഏറ്റവും കൂടുതൽ ആക്രമണം നടത്തുന്നത് ശിവൻകുട്ടിയാണ്. എനിക്കത് കോമഡി ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഞാനത് വളരെ മുമ്പ് തന്നെ ആ മറുപടി പറയൊക്കെ ഞാൻ പറയാറില്ലല്ലോ അതിന്. അദ്ദേഹം മന്ത്രിയായപ്പോൾ പോലും മറുപടി പറയാറില്ലല്ലോ. ഞാൻ അദ്ദേഹം പറയുന്നതിനൊന്നും തന്നെ ഞാൻ അത് മന്ത്രിയായ സമയത്ത് തന്നെ മറുപടി പറയൊക്കെ അവസാനിപ്പിച്ചതാണ്. അതെനിക്ക് മാത്രമല്ല, സമൂഹത്തിന് മുഴുവൻ അത് തന്നെയാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് അതിന് മറുപടി പറയുന്നത്. എന്തൊക്കെ പറഞ്ഞാലും മറുപടി പറഞ്ഞില്ല. മറുപടി അദ്ദേഹം തന്നെ പറഞ്ഞോട്ടെ. തീരുമാനം കോടതിയാണ് എടുക്കേണ്ടത്. കോടതിയെ സമീപിക്കാൻ തീരുമാനം എടുത്തിട്ടുണ്ട് ഞങ്ങൾ. കോടതി നമ്മളെന്ത് തീരുമാനം എടുത്താലും കോടതിയിൽ മുമ്പേ ആലുള്ള വിഷയമില്ലേ. അതായത് സംസ്ഥാന സർക്കാരിൻ്റെ അഭിപ്രായം കൊടുത്തിട്ടുണ്ട്. സ്വാഭാവികമല്ലേ, സംസ്ഥാന സർക്കാരിൻ്റെ കളക്ടർ, ജില്ലാ കളക്ടർ, IPS ഓഫീസർമാർ എടുത്ത തീരുമാനം സംസ്ഥാന സർക്കാർ തെറ്റാണെന്ന് പറയും. സ്വാഭാവികമായിട്ടുള്ള നടപടിയല്ല, അതൊക്കെ അവർ പ്രതീക്ഷിച്ച നടപടി തന്നെയാണ്.
തീർച്ചയായിട്ടും കോടതിയിൽ സാധ്യമായ എല്ലാ പരിശ്രമങ്ങളും കോടതിയിൽ സമീപിക്കാൻ സാധിക്കുള്ളൂ, അത് നടത്തും. അതിനുള്ള എല്ലാ എന്തൊക്കെയാണോ നിയമപരമായിട്ട് അത് പാർട്ടിയും നടത്തുന്നുണ്ട്, കൗൺസിലർ നടത്തുന്നുണ്ട്. ഇതേ എന്തോ ഇന്നലെ ഇവിടെ മെഡിക്കൽ കോളേജിൽ നിന്ന് മൊഴി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആരൊക്കെയാണ് എടുത്തത്, FIR എങ്ങനെ എടുത്തെന്ന് ഞാൻ പരിശോധിച്ചിട്ടില്ല. കുറേ കേസുകൾ എടുത്തിട്ടുണ്ട്. മെഡിക്കൽ കോളേജിൽ പോയി മൊഴി എടുത്തു എന്നുള്ള വിവരം അറിഞ്ഞു. അവരെ കണ്ടു കാണും, പരിശോധിച്ചു. ഓക്കെ.